നമസ്കാരം. ഞാനാണ് ഷഫീന എന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ വോയിസ് ഇട്ടിരിക്കുന്ന വ്യക്തി. എൻ്റെ നാട് പത്തനാപുരമാണ്. പത്തനാപുരം കുണ്ടയം എന്ന സ്ഥലത്താണ്. ഈ പറഞ്ഞ ഗിരിജയുടെ വീടിൻ്റെ ഏകദേശം ഈ ഉദയഗിരിജ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, എനിക്കങ്ങനെ അറിയില്ല. എൻ്റെ നാട്ടിൽ ഇവരുടെ പേര് അമ്പിളി എന്നാണ്, ഇവരുടെ ചേച്ചിയുടെ പേര് മല്ലിക എന്നാണ്, പിന്നെ ഇവരുടെ അമ്മയുടെ പേര് തങ്കമ്മ എന്നാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൻ്റെ ഏകദേശം ഒരു 4-5 വീടിന് അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ചെറുപ്പം തൊട്ടേ എനിക്ക് അറിയാവുന്ന വ്യക്തികളാണ് ഇവർ. അപ്പം ഇവർ ഈ പറഞ്ഞ അനി എന്ന് വിളിക്കുന്ന ഈ ചേട്ടനെയും എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാൻ അവരുടെ വീട്ടിൽ ഇതുപോലെ സ്ത്രീശക്തിയുടെ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലവണ്ണം അറിയാം ആ ചേട്ടനെ. അപ്പോൾ ഈ പറഞ്ഞ ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി, ഇനിയിപ്പോൾ നിങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഫേസ് കാണിക്കുന്നില്ല, എന്തുകൊണ്ട് ഫേസ് റിവീൽ ചെയ്യുന്നില്ല. അപ്പം ഞാനത് വേണ്ട എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഗിരിജ വിളിച്ചില്ല. ഗിരിജ എൻ്റെ കസിനെ വിളിക്കുകയും എന്നെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ ചെയ്തായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരും അറിഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ ഫേസ് കാണിക്കുന്നത് കൊണ്ട് ഇനി പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഉണ്ടായാലും അതിന് നിയമപരമായി നേരിടാൻ എനിക്ക് നല്ല കഴിവുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ഗിരിജ എന്ന വ്യക്തി, നിങ്ങളൊരു കാര്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക, വ്യൂവേഴ്സ് ഒന്ന് മറുപടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. നിങ്ങൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചതിന് ശേഷം, അപ്പോൾ ഈ അനി എന്ന ചേട്ടൻ മരിക്കുന്ന ആ ടൈമിൽ ഇവർ ഒരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ട്രസ്റ്റിൽ പിരിവിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ മല്ലികയും അമ്പിളിയും ഒക്കെ. അപ്പോൾ ആ ടൈമിൽ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനം ഒന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ആ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇവർ സ്വന്തമായിട്ടൊരു സ്ഥാപനം, അതും 2-3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ ഈ 2-3 വർഷം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ആ ചേട്ടൻ മരിക്കുമ്പോൾ ഇവർക്ക് ഈ സ്ഥാപനമൊന്നുമില്ല. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇവർ എന്താ പറയുക, അപ്പോൾ ഇവരൊരു വീഡിയോയിൽ പറയുന്ന കേട്ടു, ഇദ്ദേഹമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചതെന്നോ അങ്ങനെ എന്തോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ആ ടൈമിൽ അന്നന്ന് കൊണ്ടുവന്ന് നിത്യവൃത്തി കഴിഞ്ഞുകൊണ്ടിരുന്ന ഇവർ എങ്ങനെയാണ് ഈ അനി എന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഇവരോട് പറയുന്നത്, എനിക്ക് നാളെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നീ എൻ്റെ അതിലേക്ക് വെക്കണം, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമാണ് എന്ന്. അതൊന്നും ഒരിക്കലും ഇവർ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ സ്ഥാപകൻ എന്ന് പറയുന്നുണ്ട്. സ്ഥാപകൻ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഈ പുള്ളി ജീവനോടില്ല, അതിനു മുമ്പ് ഈ പുള്ളി മരിച്ചു. പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങാൻ ഈ പുള്ളി അവിടെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്തെ കാര്യം, ഈ പുള്ളി കുത്തുകൊണ്ടാണ് മരിച്ചത്. ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ പത്തനാപുരം ടൗണിൽ കുത്തുകൊണ്ട് മരിച്ചു വീഴുകയായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ സ്ത്രീയും ഈ വേറൊരു പുരുഷൻ അയാളെപ്പോൾ ഈ സ്ത്രീയുടെ കൂടെ കാണാറുണ്ടായിരുന്നു. പിന്നെ ഈ ആളും കൂടി കല്ലുംകടവ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ ഈ അനി എന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഈ സ്ത്രീയെ തല്ലുകയും ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാകുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ആ ടൈമിൽ അതുവഴി ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഒരാഴ്ചയായെന്ന് തോന്നുന്നു, ഒരുപാട് വർഷങ്ങളായി, എനിക്ക് അത്ര കൃത്യമായിട്ട് ഇത് ടൈമൊന്നും ഞാൻ ഓർത്ത് വെക്കുന്നില്ല, വർഷങ്ങൾ ഞാൻ ഓർത്ത് വെക്കുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ അത് കഴിഞ്ഞ് കുറച്ച് നാളായതേ ഉള്ളൂ ഈ ചേട്ടൻ പത്തനാപുരത്ത് വെച്ച് കുത്തുകൊണ്ട് മരിക്കുന്നത്. അപ്പോൾ പത്രത്തിലൊക്കെ വാർത്ത വന്നപ്പോൾ ഈ പുള്ളിയുടെ ഫോട്ടോ ഞാനത് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം. ഒന്നാമത്തത്. രണ്ടാമത്, ഈ പറഞ്ഞ ഗിരിജ സത്യം പറഞ്ഞാൽ ഒരു 3 സെൻറ്റ് സ്ഥലം പോലും അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത്രയും അങ്ങനെ പറഞ്ഞോളൂ, ശരി, 3 സെൻറ്റ് സ്ഥലം ഒരു വീടും ഉണ്ടെന്ന് പറയാം. അപ്പോൾ അത് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഈ പറഞ്ഞ ഗിരിജ എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നത്? അതും പോട്ടെ, ഇപ്പോൾ അവർക്ക് എത്ര വസ്തുക്കളുണ്ടെന്നറിയാവോ? എത്ര വസ്തുക്കൾ അവരുടെ പേരിൽ അവർ സ്ഥാപനം തുടങ്ങുന്നെങ്കിൽ ആ ചാരിറ്റിയുടെ പേരിലായിരിക്കണം അവർ വാങ്ങിക്കാൻ. ആ ചാരിറ്റി എന്നുള്ളത് അവർ ആ ചാരിറ്റിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് അവരവിടെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അവരുടെ പേരിലാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് അവർ പലയിടങ്ങളിലും വീടും വസ്തുവും വാങ്ങിച്ചു കൂട്ടി. പത്തനാപുരത്ത് തന്നെ 2-3 ഇടങ്ങളിൽ അവർക്ക് വീടുകളുണ്ട്. അത് തെളിവ് സഹിതം
ഞാനത് പ്രൂവ് ചെയ്യാം. ഇനി വരുന്ന വീഡിയോയിൽ ഞാനത് പ്രൂവ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ചാരിറ്റി നടത്തുന്നവർക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാകുന്നത്? അത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമല്ലേ? ഈ ചാരിറ്റി നടത്തുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാവുന്നത്? അവർക്ക് എവിടെ നിന്നാണ് ഇത്രയ്ക്കും പൈസ? കാരണം അവർ ചാരിറ്റി ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള പാവങ്ങൾക്കും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്കില്ല, അവർക്ക് വേണ്ടി ഉപകരിക്കാതെ, അവർക്ക് വേണ്ടി നാളത്തേന് മാറ്റി വെക്കാതെ, സ്വന്തം കാര്യങ്ങൾ അതെടുത്ത് ചെലവ് നടത്തുന്ന എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നില്ല, പക്ഷേ ഇവർ അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഇത്രയും വസ്തുക്കൾ ഇപ്പോൾ ഉണ്ടായത് തന്നെ. അത് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്കെതിരെ ഇവർക്ക് എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവർ വീഡിയോ ഇട്ടോട്ടെ, അതിനുശേഷം ഞാൻ അതിന് എനിക്ക് ഈ സ്ത്രീയെ ഞാൻ 2-3 വട്ടം ഇവരോട് സംസാരിച്ചിട്ടുള്ളൂ. അവിടെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞാൽ 2-3 വട്ടം ഞാൻ ഇവരോട് സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് ഇവരുമായിട്ട് അധികം അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. പിന്നെ ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇവരെ എടുത്ത് പുകഴ്ത്തി വെക്കുന്ന കണ്ടപ്പോൾ എനിക്കത് നല്ലതല്ലെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇട്ടു. പിന്നെ ആ വോയിസ് പറഞ്ഞു, ഞാൻ ഇട്ടു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവരുടെ മകൻ അവിടെ നിന്ന ടൈമിൽ എനിക്ക് ആ കുട്ടിയെ കണ്ടിട്ട് 18 വയസ്സ് തികഞ്ഞു, അന്ന് എൻ്റെ വിഷയമല്ല. എനിക്കത് 18 വയസ്സ് തികഞ്ഞു 18 വയസ്സ് തികഞ്ഞില്ലയോ, ഇതൊന്നും എൻ്റെ വിഷയമല്ല. ആ കുട്ടിയെ സംരക്ഷിക്കാൻ ഒരാൾ വന്നു, ആ കുട്ടിയെ വിവാഹം കഴിച്ചു. അതിപ്പോൾ എന്നെ ആണെങ്കിലും ആരെയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ അതൊന്നും മൈൻഡിലെടുക്കുന്നില്ല. നല്ലോണം ജീവിച്ചാൽ മതി. നല്ല ജീവിതം അല്ലെങ്കിൽ ആ ജീവിതം കളഞ്ഞിട്ട് മറ്റൊരു വിവാഹം കഴിക്കാം, അതിലും തെറ്റുകില്ല. പക്ഷെ കൂടെ നിന്നുകൊണ്ട് വഞ്ചിക്കരുത്. അതുമാത്രമേ എന്നെ ഒരു ഫാൾട്ടായിട്ട് ഞാൻ എൻ്റെ ഫാൾട്ടല്ല, ഓൾറെഡി എല്ലാവർക്കും അങ്ങനെ ഒരു ഇത് ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും അവനവൻ്റെ കൂടെ നിന്ന് അവനവൻ്റെ പങ്കാളിയെ വഞ്ചിക്കാതിരിക്കട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കുട്ടി ഗർഭിണിയാണെന്ന് പറയുന്നു, 7 മാസം. അതൊന്നും എന്നെ ബാധിക്കുന്നു, ഞാനതൊന്നും പറയുന്നില്ല. അത് വിഷ്ണു എന്ന് പറഞ്ഞ ആ പയ്യനോ അങ്ങനെയാണെന്ന് തോന്നുന്നു, അനാമിക, അവരുടെ കാര്യം എനിക്ക് അതിലൊന്നും ഇടേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഈ ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശ സ്വഭാവമുള്ളൊരു സ്ത്രീയാണെന്ന് എനിക്ക് നല്ലവണ്ണം ഉറപ്പുണ്ടെങ്കിൽ നല്ലവണ്ണം അറിയാം. അതുമാത്രമല്ല, ഞങ്ങളുടെ നാട്ടിൽ ഒരു പയ്യനുണ്ടായിരുന്നു, ബൈജു എങ്ങാണ്ടാണ് അവൻ്റെ പേര്, ബിജു. അപ്പോൾ അവൻ തൂങ്ങി മരിച്ചു 19-ാം വയസ്സിൽ തൂങ്ങി മരിച്ചപ്പോൾ അത് ഈ അമ്പിളി കാരണമാണെന്നും പറഞ്ഞ് ആ നാട്ടിൽ ഒരു വലിയ ഫ്ലെക്സൊക്കെ വെച്ച് പോലീസ് കേസായി. പത്തനാപുരം പോലീസ് സ്റ്റേഷനിലാണ് കേസൊക്കെ ആയി, ഭയങ്കര പ്രക്ഷോഭമായി. അപ്പോൾ ആ പയ്യനുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നു. ആ പയ്യനിൽ നിന്ന് അകന്നപ്പോൾ ആ പയ്യൻ തൂങ്ങി മരിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. ആണെന്നല്ല, അതെ. കാരണം എനിക്ക് വ്യക്തമായിട്ട് അതിനുള്ള തെളിവുകൾ അന്ന് ആ ഒരു ടൈമിൽ തന്നെ ഇവരുടെ ഡ്രൈവറായിരുന്ന രാജേഷിൻ്റെ അമ്മ ഞങ്ങളുടെ തൊട്ടപ്പുറത്തായിരുന്നു പണിക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ വീട്ടിൽ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വന്നപ്പോൾ അവരെന്നോട് ഷെയർ ചെയ്ത കാര്യമാണിത്. അമ്പിളിക്കെതിരെ ഇങ്ങനൊരു ഇഷ്യൂസ് ഉണ്ട്, എൻ്റെ മകനാണ് അവരുടെ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കറിയാം, എനിക്കിവരെയൊക്കെ അറിയാവുന്ന കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. പിന്നെ എനിക്കെതിരെ ഇപ്പോൾ ഒരു ഭീഷണിയായിട്ട് വരുന്നുണ്ട്, സാരമില്ല, ഭീഷണിയായിട്ട് വന്നോട്ടെ. അത് അവർക്കെതിരെ ഒരു വീഡിയോ വരുമ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കണം. പക്ഷേ എന്നോട് പ്രതികരിക്കുമ്പോൾ ഞാൻ ആരാണെന്നാണ്, ഞാൻ ആ നാട്ടിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല, ഞാൻ കള്ളം പറയുകയാണെന്ന് പറഞ്ഞാൽ ഞാനത് എന്ത് വില കൊടുത്തും ഞാനത് തെളിവായിട്ട് ഞാൻ വന്നിരിക്കുക തന്നെ ചെയ്യും. എനിക്ക് ഇത്രയും നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. ഇനി വീഡിയോസ് എന്തായാലും ഞാൻ വീഡിയോസൊന്നും ഇടാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ ഇനിയും വീഡിയോസ് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇവരുടെ ഇത് വിറ്റ് കാശൊക്കെ അങ്ങനെയൊന്നുമല്ല. പക്ഷേ എനിക്കെതിരെ ഇനി എന്തെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോസ് ഇടുക തന്നെ ചെയ്യും. പിന്നെ ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പത്തനാപുരം കുണ്ടയം എന്ന സ്ഥലത്ത് പോയി തിരക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ തിരക്കിയാലും മതി. ഓക്കെ, അപ്പോൾ ബൈ.